ER രാഗേഷാണ് ദേശീയ വാർത്തകളുമായി നമ്മോടൊപ്പം ചേർന്നത്. നമുക്കിനിയും തലസ്ഥാനത്തെ സ്കൂളുകളിൽ ഇവിടെ കുംഭഭരണി ഉത്സവത്തിനിടയിൽ കുംഭവേൽ അങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അതിന്റെ ഒരു ചൂരുമൊക്കെ നമ്മളും അറിയുന്നുണ്ട്. പക്ഷേ മറ്റൊരു വെതർ റിലേറ്റഡ് വാർത്തയിലേക്ക് പോകാം. തലസ്ഥാനത്തെ സ്കൂളിലെ വെതർ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ അഭിയാൻ കേരളയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. കേരളമാണ്. തിരുവനന്തപുരം SMV സ്കൂളിലെ വെതർ സ്റ്റേഷൻ ഒന്ന് കാണാം. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മനസ്സിലാക്കുകയും കാലാവസ്ഥാ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാനാണ് സ്കൂൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ വിവരങ്ങൾ കാലാവസ്ഥാ പഠന കേന്ദ്രങ്ങൾക്ക് കൈമാറും. സ്കൂൾ കുട്ടികളിൽ ഗവേഷണ താൽപര്യം വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തുഷ്ടരാണ് കുട്ടികൾ. കപ്പ് കൗണ്ടർ ആനിമോമീറ്റർ ആണ്. അതെന്ന് പറയുന്നത് കാറ്റിന്റെ വേഗത അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത് പിറ്റേ ദിവസം എടുക്കുന്ന കാറ്റിന്റെ വേഗതയും ഇന്നെടുക്കുന്ന അതായത് പിറ്റേ ദിവസം എടുക്കുന്ന വേഗതയും തമ്മിൽ മൈനസ് ചെയ്തതിന് ശേഷം അതിന് 24 മണിക്കൂർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും കാറ്റിന്റെ വേഗത കിട്ടും. അധ്യാപകരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സ്കൂൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നമുക്ക് വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ പ്രേമിയുടെ വാർത്തയിലേക്ക് ഒന്ന് പോകേണ്ടത്. ഫുട്ബോൾ ആരാധനയ്ക്ക് പ്രായഭേദമില്ല. വയനാട് റിപ്പണിലെ അൻഷിഫ് എന്ന 13-കാരൻ തന്റെ രോഗാവസ്ഥയെ മറികടക്കുന്നത് ഫുട്ബോളിനോടുള്ള ആരാധന വഴിയാണ്. ഫുട്ബോളിനോട് അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് നാളെ കൊച്ചിയിൽ നടക്കുന്ന കളി കാണാൻ പോകാനും ഈ സെറിബ്രൽ പാൾസി ബാധിച്ച അൻഷിഫ് ഉണ്ടാകും. ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകനായ അൻഷിഫിന് താരങ്ങളോടൊപ്പം സെൽഫി എടുക്കാനും കളി കാണാനും അതിയായ ആഗ്രഹമാണ്. സെറിബ്രൽ പാൾസി ബാധിച്ച അൻഷിഫ് മത്സരങ്ങളും മുടക്കാറില്ല. ടിവിക്ക് മുന്നിൽ കാലുകൾ കൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് ചാനൽ മാറ്റുന്ന അൻഷിഫ് കളിയുള്ള ദിവസം മറ്റാർക്കും റിമോട്ട് കൈമാറില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ നേരിൽ കാണണമെന്ന അൻഷിഫിന്റെ ആഗ്രഹം പ്രദേശവാസിയായ അഷ്റഫ് അലി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വിവരമറിഞ്ഞത്. കളി കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു ഭിന്നശേഷിയുള്ള അവസ്ഥയിൽ വേറെ ഒന്നുമില്ലല്ലോ, സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഫുൾ ടൈം ഒരു കളിയും ഗെയിമുകളൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കളിയുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ ജേഴ്സിയൊക്കെ ഇട്ട് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കും. അപ്പോൾ അവൻ്റെ ടീച്ചറുണ്ട്. ടീച്ചറാണ് ഇത് ശരിക്കും തിരിച്ചറിയണത്. ഇവനിങ്ങനെ ഒരു കഴിവുണ്ട്, ആഗ്രഹമുണ്ട് എന്നൊക്കെ. അപ്പോൾ ടീച്ചറാണ് ഇപ്പോൾ ഇത് ഒന്ന് പുറത്തേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം അൻഷിഫിന്റെ വീട്ടിൽ നേരിട്ടെത്തിയ മഞ്ഞപ്പട സന്തോഷ വാർത്തയ്ക്കൊപ്പം ക്ലബിന്റെ ടീഷർട്ടും സ്കാർഫും അൻഷിഫിന് സമ്മാനിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കളികളും മുടങ്ങാതെ കാണുന്ന അൻഷിഫ് കളിയുള്ള ദിവസം രാവിലെ മുതൽ തന്നെ ജേഴ്സി ധരിച്ച് നിൽക്കും. മഞ്ഞപ്പട എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക ഗ്രൂപ്പിന്റെ ആളുകൾ അവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുകയും ആ കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയായിട്ട് ആശയവിനിമയം നടത്തുകയും അങ്ങനെ ആ കുട്ടിയെ കളി കാണാനുള്ള കൊണ്ടുപോകാമെന്ന് അവരെ ഏൽക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാർത്ത കേട്ടപ്പോൾ അൻഷിഫിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. 26-ന് ഹൈദരാബാദിനെതിരെയുള്ള കളി കാണാൻ കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ അൻഷിഫും ഉണ്ടാകും. മഞ്ഞക്കടലിൽ ഒരുവനാകാനും പ്രിയപ്പെട്ട താരങ്ങളെ നേരിൽ കാണാനും. ന്യൂസ് 18 വയനാട്.